അസ്സലാമു അലൈക്കും. ഇസ്ലാമിക് സൊല്യൂഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് എളുപ്പത്തിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കാനുള്ള ഒരു വഴിയാണ്. തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്ന വളരെ മഹത്വമുള്ളതും ഫലങ്ങളുള്ളതുമായ ഒരു നിസ്കാരമാണ്. മഹാന്മാരായ മുൻകഴിഞ്ഞ ആളുകൾ പതിവാക്കിയ ഒരു നിസ്കാരമാണ് തഹജ്ജുദ്. രാത്രി മുഴുവനും സജീവമാക്കലാണ് അവരുടെ ലക്ഷ്യം. അവരെപ്പോലെ നിസ്കരിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും വെറും 2 റക്അത്ത് നിസ്കരിക്കാൻ സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റാത്ത 4 കാര്യങ്ങളാണ് ഇനി പറയുന്നത്. തഹജ്ജുദിന് തടസ്സമാകുന്ന ഒന്നാമത്തെ കാരണം അമിതമായ ഭക്ഷണം കഴിക്കലാണ്. ഭക്ഷണപാനീയങ്ങൾ അമിതമായി കഴിച്ചാൽ ക്ഷീണം കൂടുകയും അതുപോലെ തന്നെ ഉറക്കം കൂടുതലായി തീരുകയും ചെയ്യുന്നു. അങ്ങനെയായാൽ രാത്രി ഉണരുക എന്നത് പ്രയാസമായിരിക്കും. അതുകൊണ്ട് രാത്രി അമിതമായ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. രണ്ടാമത്തത് പകൽ സമയത്ത് ഇങ്ങനെ പകൽ സമയത്ത് കഠിനാധ്വാനം ചെയ്താൽ വളരെയധികം ക്ഷീണിക്കുകയും രാത്രി എഴുന്നേൽക്കാൻ തടസ്സമാകുകയും ചെയ്യും. മൂന്നാമത്തത് ഉച്ചയുറക്കം ഉപേക്ഷിക്കുക എന്നതാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാൾ ഉച്ചയുറക്കം അവർക്ക് സുന്നത്താണ്. അതുകൊണ്ട് വലിയ പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഉച്ചയുറക്കം ഒഴിവാക്കാതിരിക്കുക. ഉച്ചയുറക്കം ഉറങ്ങുന്നത് സുന്നത്താണ്. ഉറങ്ങാതിരിക്കുന്നതാണ് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ തടസ്സങ്ങൾക്ക് സംഭവിക്കുന്നത്. നാലാമത്തത് പകൽ പാപങ്ങൾ ചെയ്യാതിരിക്കുക എന്നതാണ്. പാപങ്ങൾ ചെയ്യാതെ പരമാവധി പിടിച്ചു നിൽക്കുക. അത് അനുഗ്രഹത്തിൻ്റെ വഴികൾക്ക് തടസ്സം സൃഷ്ടിക്കും. പാപങ്ങൾ ചെയ്യുന്നത് അത് അനുഗ്രഹത്തിൻ്റെ വഴികൾക്ക് തടസ്സം സൃഷ്ടിക്കും. അതുകൊണ്ട് പകൽ പാപങ്ങൾ ചെയ്യാതിരിക്കുക. പകൽ ചെയ്ത പാപങ്ങൾ രാത്രി ചെയ്യുന്ന ഈ പുണ്യകർമ്മത്തിൽ തടസ്സം നിൽക്കുന്നതാണത്. ഈ 4 കാര്യങ്ങൾ ഒഴിവാക്കിയാൽ തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേൽക്കാൻ കഴിയും. ആർക്കും കഴിയുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതിന് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട് തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം അല്ലാഹുവിനോട് 2 കൈകളും ഉയർത്തി ദുആ ചെയ്താൽ അതിനൊക്കെ ഉത്തരമുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല പ്രതിഫലമുള്ള ഒരു നിസ്കാരമാണ്. ജീവിതത്തിൽ ഇത് മുറുകെ പിടിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമാകും. വിജയിക്കുക തന്നെ ചെയ്യും. പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ടെൻഷനൊക്കെ മാറുന്നതാണ്. ഏത് വലിയ പ്രശ്നമാണെങ്കിലും എന്ത് വലിയ ബുദ്ധിമുട്ടാണെങ്കിലും തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞു ദുആ ചെയ്താൽ അതിന് ഉത്തരമുണ്ട്. അതുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ ദുആക്ക് ഉത്തരമുള്ളത് കൊണ്ട് തന്നെ തഹജ്ജുദ് നിസ്കാരങ്ങൾ കഴിയുന്നതും എല്ലാവരും നിസ്കരിക്കാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ലെങ്കിലും കഴിയുന്നത് പോലെങ്കിലും നിസ്കരിക്കുക. നമുക്ക് അത്രക്കും ഫലമുള്ള ഒരു നിസ്കാരമാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ഇപ്പോൾ ഒരുമിച്ച് മുത്തുനബിയുടെ പേരിൽ 100 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. 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 സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا رب صل عليه وسلم